ഡാ ഞാൻ ജയിച്ചപ്പന്നെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 3-5 കൊല്ലായി. റോഡൊക്കെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇത് ആശാനില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഡാ അതേ കാര്യമൊക്കെ ശരി തന്നെ. 5-6 വോട്ടുണ്ട് ഈ വീട്ടിൽ. അവരിങ്ങടെ എന്തെങ്കിലും പറയണേ മുമ്പ് നമ്മൾ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യണം. നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വോട്ടും പിടിച്ചെടുക്കണം. ഡാ മറക്കരുതിട്ടാ, നമ്മുടെ ചിഹ്നം മരപ്പട്ടിയാണേ. ചിഹ്നം മരപ്പട്ടി ആയതുകൊണ്ടേ നോട്ടീസിൽ ആശാന്റെ ഫോട്ടോ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതെ ഈ വാർഡിൽ മൊത്തം സ്വതന്ത്രന്മാരാ. ഇലക്ഷൻ കമ്മീഷൻ നോക്കിയപ്പോൾ ഒരു ജീവിയും ബാക്കിയില്ല. മരപ്പട്ടിങ്ങ മരപ്പട്ടി കിട്ടിയത് ഭാഗ്യം. ആപ്ലിക്കേഷനിൽ ആശാന്റെ ഫോട്ടോ കണ്ടിട്ടാവും അവർ മരപ്പട്ടിയുടെ ചിഹ്നം തന്നാ. എനിക്കത് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. ഈ വീട്ടിൽ 6 വോട്ടുണ്ട്. അത് മുഴുവൻ നമ്മുടെ പെട്ടിയിൽ വീഴണം. നിങ്ങൾ ചെല്ലുക, അറ്റാക്ക് ചെയ്യുക, എന്ത് വേണേലും പറഞ്ഞു. വാ ചേട്ടാ നമസ്കാരേട്ടാ. അറിയാല ഇത്തവണയും 4-ാം വാർഡിൽ ഞാൻ തന്നെ ഏട്ടാ സ്ഥാനാർത്ഥി. ചിഹ്നം പഴയ തന്നെ മരപ്പട്ടി. അത് പിന്നെ പറയാനെന്താ, ഇവിടത്തെ ഓട്ടോ എല്ലാം മരപ്പട്ടിക്കാ. മേസ്ത്രി ഒരു പേടിയും പേടിക്കണ്ട. അടുത്ത പ്രാവശ്യത്തെ മെമ്പർ മേസ്ത്രി തന്നെയാ. കുടുംബശ്രീയിൽ വരെ മേസ്ത്രീനെ പറ്റി പറയാനേ നേരം. അത്രയ്ക്ക് വികസനല്ലേ മേസ്ത്രി ഈ വാർഡിൽ ചെയ്തിരിക്കണേ. ഒരു മരണ വീട്ടിൽ നോക്കിയാ മേസ്ത്രി, കല്യാണ വീട്ടിൽ നോക്കിയാ അവിടെയും മേസ്ത്രി. ഒരു നൂലുകെട്ടോ പേരുവിളി എന്ത് വന്നാലും എവിടെയും മേസ്ത്രി ഉണ്ട്. എന്റെ വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡ് കണ്ടില്ലേ, കോൺക്രീറ്റ് ചെയ്തു, കാന കീറി. ഈ വാർഡില് മേസ്ത്രി നന്നാക്കാത്ത വല്ല റോഡുണ്ടാ? ഇത്ര വികസനം വന്നൊരു വാർഡ് ഈ പഞ്ചായത്തില് വേറെ ഉണ്ടാ ചേച്ചിയെ? അതെന്നല്ലടി ഞാനും പറയണേ. മേസ്ത്രി ഒരു പേടിയും വിചാരിക്കണ്ട, മേസ്ത്രി എന്നെ ജയിക്കും. നിങ്ങളോട് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതുവാ നടക്ക്. അതെ ആശാനെന്താ ഒട്ടി ചോദിക്കാൻ മര്യാദക്ക് 6 ഓട്ടോ ഉള്ളു. എടാ എനിക്കൊരു സംശയമുണ്ട്. അതെ അവരെന്നെ അപമാനിച്ചാണോ അഭിനന്ദിച്ചാണോ ഒരു പിടിയും കിട്ടുന്നില്ല ഏട്ടാ. അതെന്താ ആശാന? എടാ അവർ പറയണ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിന്റെ ആ വാർഡ് വിഭജന ലിസ്റ്റില്ലേ കയ്യില്? അല്ല ഇനിയിപ്പോൾ വാർഡൊക്കെ വിഭജിച്ചപ്പോഴേ ഈ വീടുകളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാ. നമുക്കത് ആദ്യം നോക്കാം, എന്നിട്ട് വീണ്ടും ഇറങ്ങാം ആശാന. അല്ല എനിക്ക് സ്ഥലം മാറിയതാണോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് ആൾ മാറിപ്പോയോ? അവരുടെ അഭിനന്ദനം കൂടി പോയപ്പോൾ മൊത്തത്തിലൊരു സംശയമായി.